ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി.വി. ഇസ്രയേൽ ആക്രമണത്തിൽ ഹമാസ് ഭരണകൂടത്തിൻ്റെ തലവൻ കൊല്ലപ്പെട്ടു. ടെൽ അവീവ്. ഗാസയിലെ ഹമാസ് ഭരണകൂടത്തിൻ്റെ തലവൻ റാവി മുഷ്താഹ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. 3 മാസം മുമ്പ് വടക്കൻ ഗാസയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ നടത്തിയ ആക്രമണത്തിൽ റാവി മുഷ്താഹയ്ക്കൊപ്പം 2 ഹമാസ് കമാൻഡർമാരെയും വധിച്ചതായി IDF അറിയിച്ചു. ഹമാസിൻ്റെ ആദ്യ തലവൻ യഹ്യ സൻവാറിനൊപ്പം ഗാസ മുനമ്പിലെ നേതൃനിരയിൽ നിന്നയാളാണ് മുഷ്താഹ. ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോയിലെ പ്രധാനി കൂടിയായ മുഷ്താഹയാണ് ഭീകര സംഘടനയുടെ സാമ്പത്തികം കൈകാര്യം ചെയ്തിരുന്നത്. വ്യോമാക്രമണം ഹമാസിന് കനത്ത നാശമാണ് വരുത്തിയത്. ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലും ലേബർ കമ്മിറ്റിയിലും പ്രധാനിയാണ് കൊല്ലപ്പെട്ട കമാൻഡർ സമേ അൽ സിറാജ്. ഹമാസിൻ്റെ സുരക്ഷാ ചുമതലയുള്ളയാളാണ് കൊല്ലപ്പെട്ട മറ്റൊരു കമാൻഡർ സമി ഔദ. ഹമാസിൻ്റെ ആദ്യ തലവൻ ഇസ്മായിൽ ഹനിയയും ഇപ്പോൾ ഹിസ്ബുല്ല തലവൻ ഹസൻ നസ്രള്ളയും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് റാവി മുഷ്താഹയും കമാൻഡർമാരും കൊല്ലപ്പെട്ട വിവരം ഇസ്രായേൽ പുറത്തുവിട്ടത്. ഇറാനെതിരെ ഉപരോധത്തിന് നീക്കം. ടെൽ അവീവ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ലോകരാജ്യങ്ങൾ ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചു. ഇറാന്റെ ആക്രമണത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപലപിക്കാത്തതിൽ ഇസ്രായേൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. പിന്നാലെ ഗുട്ടറസിന് ഇസ്രായേലിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. തങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ക്രൂരമായ ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറാകാത്ത ഒരാൾക്കും തങ്ങളുടെ മണ്ണിൽ കാലുകുത്താൻ അവകാശമില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുമെന്നും അന്തസ് ഉയർത്തിപ്പിടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ സംഘർഷം കൂടുതൽ വഷളാകുന്നതിൽ UN ആശങ്കയറിയിച്ചു. ആക്രമണം അംഗീകരിക്കാൻ ആകാത്തതാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഇറാനു നേരെ രംഗത്ത് വരണമെന്നും US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായി ടെലിഫോണിൽ സംസാരിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനെതിരെ G7 രാജ്യങ്ങളുടെ ഉപരോധം ഉടൻ പ്രഖ്യാപിക്കും. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നു. ഇറാന്റെ ആക്രമണത്തിന് മറുപടി നൽകണം. എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞാൽ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലെബനനിൽ കൂടുതൽ മുന്നേറുകയാണെന്ന് ഇസ്രായേൽ. ടെൽ അവീവ്. ലെബനനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. ലെബനനിൽ കൂടുതൽ ഉൾഭാഗത്തേക്ക് മുന്നേറുകയാണെന്നും കൂടുതൽ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഹിസ്ബുള്ളയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ സൈനികരുടെ മരണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുശോചനം അറിയിച്ചു. ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന തിന്മയുടെ അച്ചുതണ്ടിനെതിരായ പോരാട്ടത്തിലാണ് തങ്ങളെന്നും ഒരുമിച്ച് നിൽക്കുകയും ദൈവത്തിന്റെ സഹായത്തോടെ ഈ പോരാട്ടത്തിൽ വിജയിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള, ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ കമാൻഡർ അബ്ബാസ് നിൽഫോർഷൻ എന്നിവരെ വധിച്ചതിനുള്ള കണക്കു ചോദിക്കലാണ് ആക്രമണമെന്ന് ഇറാൻ പ്രതികരിച്ചിരുന്നു. ഇറാൻ ആക്രമണത്തിന് തുനിയുന്നുണ്ടെന്ന് ചൊവ്വാഴ്ച US ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേ തുടർന്ന് 1 കോടിയോളം പേർ ബങ്കറുകളിൽ അഭയം തേടിയെന്നാണ് കണക്ക്. ഇറാന്റെ മിസൈലുകൾ വെടിവെച്ചിടാൻ പശ്ചിമേഷ്യയിൽ നിലകൊള്ളുന്ന സെൻട്രൽ കമാൻഡിന് US പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശം നൽകിയിരുന്നു. ചികിത്സയ്ക്കെത്തിയവർ ഡോക്ടറെ വെടിവെച്ചു കൊന്നു. ന്യൂഡൽഹി. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയവർ ഡോക്ടറെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഡൽഹി കാളിന്തി കുഞ്ചിലെ നിമ ഹോസ്പിറ്റലിലെ യുനാനി ഡോക്ടർ ജാവേദ് അക്തറാണ് 55 വയസ്സ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ 16-17 വയസ്സിലുള്ള കുട്ടികളാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 1:30-യോടെയാണ് സംഭവം. കുട്ടികളിൽ ഒരാളുടെ കാലിന് പരിക്കേറ്റിരുന്നു. ഇത് ഡ്രസ് ചെയ്യുന്നതിനായാണ് ഇരുവരും ആശുപത്രിയിൽ എത്തിയത്. മുറിവിന് മരുന്നുവെച്ച് ഡ്രസ്സിംഗ് പൂർത്തിയാക്കിയ ശേഷം ഇരുവരും ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഡോക്ടർ മുറിയിലെത്തിയതോടെ ഇരുവരും വെടിയുതിർത്തു. തുടർന്ന് ആശുപത്രിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച ശേഷം ഇവർ കടന്നുകളഞ്ഞു. ക്വട്ടേഷൻ സംഘമാണ്
ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണ്. സംഭവസ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരെത്തി പരിശോധന നടത്തി. അപകടം സംബന്ധിച്ച മറ്റ് കാരണങ്ങളും വിശദമായി അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. 2 വർഷത്തോളമായി ഡോക്ടർ ജാവേദ് നിമ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയാണ്. നൈറ്റ് ഡ്യൂട്ടിക്കായി ബുധനാഴ്ച രാത്രി 8-ന് ആശുപത്രിയിൽ എത്തിയതാണ്. പുതിയ പാമ്പൻ പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പരീക്ഷണം വിജയകരം. ചെന്നൈ. പുതിയ പാമ്പൻ പാലത്തിന്റെ അവസാനഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ചൊവ്വാഴ്ച രാത്രിയിലാണ് പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പരീക്ഷണം നടത്തിയത്. 72.5 മീറ്റർ നീളമുള്ള ലിഫ്റ്റ് സംവിധാനം പരമാവധി ഉയരമായ 17 മീറ്റർ വരെ ഉയർത്തിക്കൊണ്ടായിരുന്നു പരീക്ഷണം. ഇതും വിജയകരമായതോടെ അടുത്ത 10 ദിവസത്തേക്ക് പാലത്തിലൂടെ ട്രയൽ റൺ നടത്തും. ദക്ഷിണ റെയിൽവേക്ക് വേണ്ടി റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് RVNL ആണ് പരീക്ഷണം നടത്തുന്നത്. 2.06 കിലോമീറ്റർ പാലത്തിന്റെ മധ്യഭാഗത്തായാണ് ലിഫ്റ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. പാലത്തിന്റെ സെൻട്രൽ സ്പാൻ പതുക്കെ ഉയർത്തിയും താഴ്ത്തിയുമുള്ള പരീക്ഷണം അടുത്ത ദിവസങ്ങളിലും തുടരും. അതിനുശേഷം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പാമ്പനും രാമേശ്വരത്തിനും ഇടയിലുള്ള പഴയ പാലത്തിൽ വിള്ളലുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 2022 ഡിസംബറിലാണ് പാലം അടച്ചിടുന്നതും പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നതും. 110 വർഷം പഴക്കമുള്ളതാണ് ഈ പാലം. 550 കോടി ചെലവിലാണിപ്പോൾ പുതിയ പാലം നിർമ്മിക്കുന്നത്. പഴയ പാലം അടച്ചതിനാൽ രാമേശ്വരം ദ്വീപിലേക്കുള്ള ട്രെയിനുകൾ ഇപ്പോൾ 20 കിലോമീറ്റർ അകലെ മണ്ഡപം റെയിൽവേ സ്റ്റേഷനിൽ അവസാനിപ്പിക്കും. അവിടെ നിന്ന് ഭക്തരും വിനോദസഞ്ചാരികളും ബസ്സിലും മറ്റു വാഹനങ്ങളിലുമാണ് ദ്വീപിലേക്കെത്തുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1914 നിർമ്മിച്ച നിലവിലുള്ള കാൻഡിലിവർ പാലത്തേക്കാൾ 3 മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലം. ഇതിന്റെ പണി 2020 ആരംഭിച്ചെങ്കിലും കോവിഡ് മൂലം നീണ്ടുപോവുകയായിരുന്നു. രജത ജൂബിലി വർഷത്തിൽ മികച്ച പ്രകടനവുമായി BSNL കേരള സർക്കിൾ. തിരുവനന്തപുരം. രജത ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന BSNL കേരള സർക്കിൾ മികച്ച പ്രകടനത്തിലൂടെ മുന്നേറുകയാണെന്ന് ചീഫ് ജനറൽ മാനേജർ B. സുനിൽകുമാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1859.09 കോടി രൂപ മൊത്ത വരുമാനം സൃഷ്ടിച്ച കേരള സർക്കിൾ 90 കോടി രൂപ ലാഭമാണ് നേടിയത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദ വരുമാനം 512.11 കോടി രൂപ പിന്നിട്ടു. 63 കോടിയാണ് ലാഭം. തുടർ ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയും കൊണ്ടാണ് BSNL ലാഭത്തിലേക്ക് എത്തിയത്. BSNL കേരള സർക്കിൾ മൊബൈൽ ഉപഭോക്തൃ രജിസ്ട്രേഷനിൽ 2024 ജൂലൈ വരെ 90.63 ദശലക്ഷം മൊബൈൽ വരിക്കാരാണുള്ളത്. ഈ സാമ്പത്തിക വർഷ അവസാനത്തോടെ കേരളത്തിലുടനീളം 7000 4G ടവറുകൾ സ്ഥാപിക്കലാണ് ലക്ഷ്യം. വീടുകളിലേക്കുള്ള ഫൈബർ കണക്ഷൻ 6.7 ലക്ഷത്തിലെത്തി. കൊച്ചി ലക്ഷദ്വീപ് ദ്വീപുകൾ KLI അന്തർവാഹിനി ഓഫ് സീ പ്രോജക്റ്റിന്റെ ഭാഗമായി ലക്ഷദ്വീപിനെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്നതിന് 1891 കിലോമീറ്റർ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിച്ചു വരുന്നതായും B. സുനിൽകുമാർ പറഞ്ഞു. വീരസൈനികന് ഗോവ ഗവർണർ അന്തിമോപചാരം അർപ്പിച്ചു. ഇലന്തൂർ. വിമാന അപകടത്തിൽ കാണാതാകുകയും 56 വർഷത്തിനു ശേഷം മഞ്ഞുമലയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത സൈനികൻ തോമസ് ചെറിയാന് വീട്ടിലെത്തി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അന്തിമോപചാരം അർപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ പേരിൽ അന്തിമോപചാരം അർപ്പിക്കാനാണ് അദ്ദേഹം എത്തിയത്. അന്നത്തെ വിമാന ദുരന്തത്തിൽ കാണാതായ കാട്ടൂർ വയലത്തല ഈട്ടി നിൽക്കുന്ന കാലായിൽ EM തോമസിന്റെ വീട്ടിലും ശ്രീധരൻപിള്ള സന്ദർശനം നടത്തി. ഷാജി രാഘവൻ, TR അജിത് കുമാർ, സൂരജ് ഇലന്തൂർ, മനോജ് കുമാർ ജയകുമാർ, തുളസിയമ്മ, വിക്ടർ T. തോമസ് എന്നിവർ ഗവർണർക്ക് ഒപ്പം ഉണ്ടായിരുന്നു. ലോകത്തിന് മുന്നിൽ ആദ്യമായി ശുചിത്വ തത്വങ്ങൾ മുന്നോട്ട് വെച്ച നാടാണ് ഭാരതമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ്റെ ഭാഗമായി നെഹ്റു യുവ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നെഹ്റു യുവ കേന്ദ്ര സംഘാതൻ കേരള സോൺ സ്റ്റേറ്റ് ഡയറക്ടർ M. അനിൽകുമാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാരായ സെറഫൈൻ ഫ്രെഡി, അയറിൻ,
കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള CBC ആൻഡ് PIB കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമി തുടങ്ങിയവർ പങ്കെടുത്തു. ശംഖുമുഖം കടൽ തീരത്ത് നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമന്ത്രി നേതൃത്വം നൽകി. 9 ജില്ലകളിലെയും തീരപ്രദേശങ്ങളിലും മാഹി, ലക്ഷദ്വീപ് കടൽ തീരപ്രദേശങ്ങളിലും മൈ ഭാരത് വളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹ സമരനായകൻ രാമൻ ഇളയതിൻ്റെ മക്കൾക്ക് കിടപ്പാടത്തിന് ഭൂമിയായി. കണ്ണൂർ. വൈക്കം സത്യാഗ്രഹ സമരത്തിൻ്റെ മുൻനിര പോരാളി പാലക്കുഴ കീഴേട്ട് ഇല്ലത്ത് രാമൻ ഇളയതിൻ്റെ മക്കൾ KR സാവിത്രി അന്തർജനത്തിനും സരോജിനി അന്തർജനത്തിനും ഇനി വാടക വീട്ടിൽ കഴിയേണ്ട. ഇവർക്കു വീട് വയ്ക്കാൻ പാണപ്പുഴ ഭൂദാനം ഭൂമിയിൽ കേരള സർവോദയ മണ്ഡലം 20 സെന്റ് സ്ഥലം നൽകി. സാമൂഹ്യ നവോത്ഥാനത്തിനു വേണ്ടി സഹന സമരം നടത്തിയ രാമൻ ഇളയതിൻ്റെ മക്കൾ തളിപ്പറമ്പ് കീഴാറ്റൂരിൽ വാടക വീട്ടിൽ കഴിയുന്നതിനെക്കുറിച്ച് ജന്മഭൂമി വാർഷിക പതിപ്പിൽ ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇവരുടെ ഇരുട്ടു നിറഞ്ഞ ജീവിതം വായിച്ചറിഞ്ഞ ഒട്ടേറെ പേർ സഹായിക്കാനെത്തി. വീട് വയ്ക്കാൻ സ്ഥലം നൽകാമെന്ന് കേരള സർവോദയ മണ്ഡലം പ്രഖ്യാപിച്ചപ്പോൾ വീട് നിർമ്മാണത്തിനും സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ട്. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ K. സുധാകരൻ MP ഭൂമിയുടെ രേഖ സാവിത്രി അന്തർജനത്തിന് കൈമാറി. സരോജിനി അന്തർജനത്തിൻ്റെ മകൻ അനിൽകുമാറിനൊപ്പമാണ് അവർ ചടങ്ങിനെത്തിയത്. സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് T. ബാലകൃഷ്ണൻ, ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ പ്രസിഡന്റ് EVG നമ്പ്യാർ, ജില്ലാ സർവോദയ മണ്ഡലം പ്രസിഡന്റ് TPR നാഥ്, സെക്രട്ടറി രാജൻ തിയറേത്ത്, മഹാത്മാ മന്ദിരം ജനറൽ സെക്രട്ടറി C. സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മെസ്സി സുവാരസ് ഗോളുകളിൽ മയാമിക്ക് MLS ഷീൽഡ്. കൊളംബസ്. ലോക ഫുട്ബോളിലെ സൂപ്പർ ഫുട്ബോളർമാരെന്നതിനപ്പുറം സൂപ്പർ സുഹൃത്തുക്കൾ കൂടിയായ ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും നേടിയ ഗോളുകളിൽ അമേരിക്കൻ ക്ലബ്ബ് ഇന്റർ മയാമിക്ക് രണ്ടാമത്തെ വമ്പൻ ഫുട്ബോൾ നേട്ടം. അമേരിക്കയിലെ മേജർ സോക്കർ ലീഗിൽ MLS ഇന്നലെ നടന്ന നിർണായക മത്സരത്തിൽ കൊളംബസ് ക്രൂവിനെ 3-2 തോൽപ്പിച്ചതോടെ പട്ടികയിൽ കൂടുതൽ പോയിന്റുമായി ലീഗ് ജേതാക്കളാകുന്നവർക്കുള്ള MLS സപ്പോർട്ടേഴ്സ് ഷീൽഡ് കിരീടം ഉറപ്പിച്ചു. മെസ്സി ഇരട്ട ഗോൾ നേടിയപ്പോൾ സുവാരസ് വിജയ ഗോളടിച്ച് നേട്ടത്തിന് കയ്യൊപ്പ് ചാർത്തി. പ്രവീൺ ജയവിക്രമയ്ക്ക് ICC വിലക്ക്. ദുബായ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം പ്രവീൺ വിക്രമയെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC 1 വർഷത്തേക്ക് വിലക്കി. ICC കോഡ് ഓഫ് കണ്ടക്ട് ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഒത്തുകളിക്കായി സഹതാരങ്ങളെ പ്രേരിപ്പിച്ചതടക്കം ചൂണ്ടിക്കാട്ടിയാണ് വിലക്ക്. അർജന്റീനയ്ക്കായി മെസ്സി ഇറങ്ങും. ബ്യൂണസ് ഐറിസ്. ഫിഫ ലോകകപ്പ് 2026 അടുത്ത യോഗ്യതാ മത്സരങ്ങളിൽ അർജന്റീനയുടെ ലയൺസ് മെസ്സി ഇറങ്ങും. കണങ്കാലിലെ പരിക്ക് കാരണം കഴിഞ്ഞ 2 യോഗ്യതാ മത്സരങ്ങളിൽ മെസ്സി കളിച്ചിരുന്നില്ല. ലാറ്റിൻ അമേരിക്കൻ ടീമുകളുടെ യോഗ്യതാ മത്സരമായ കോൺമെബോൾ ലോകകപ്പ് യോഗ്യതയിലാണ് അർജന്റീനയും ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങൾ ലോകകപ്പ് യോഗ്യതയ്ക്കായി പോരാടിക്കൊണ്ടിരുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന യോഗ്യതാ മത്സരങ്ങളിൽ വെനസ്വലയും ബൊളീവിയയുമാണ് അർജന്റീനയുടെ എതിരാളികൾ. ശുഭദിനം. നന്ദി.